ഒരു ദൈവം, ഒരു കർത്താവ്, പിതാവും പുത്രനും പരിശുദ്ധ മൂന്നല്ല, അത് ഒന്ന് തന്നെ. ഒന്നായിട്ടിരിക്കും. അത് വലിയ മഹാരഹസ്യമാണ്. അപ്പോൾ അത് ത്രിത്വത്തിന്റെ സ്ഥാനം, ത്രിയേക ദൈവം. ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തെ സ്നാനപ്പെടുത്തുവിൻ. അപ്പൊ ആ ത്രിത്വത്തിന്, അപ്പൊ ആ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് മാറിയാൽ അത് ഒരു കൺഫ്യൂഷൻ. അതിനിടയ്ക്ക് മന്ത്രം വെറും കൈനോട്ടത്തിന് പോയാൽ മതി, ഗുളികനെ നോക്കാൻ പോയോ, ഏതെങ്കിലും പരിപാടി. ഇന്ന് ഒരുപാട് കോൺഗ്രസ്. ഇന്നത്തെ എല്ലാവർക്കും പറ്റിയ പ്രശ്നം വെച്ചാൽ ആർക്കും ഒന്നും വ്യക്തമല്ല. ആർക്കും ഈ ഒരു ദാനിയേലിന് കിട്ടിയ പോലത്തെ അനുഭവമുള്ളവരാരുമില്ല. പത്രോസിന് കിട്ടിയ പോലത്തെ അനുഭവമുള്ളവർ കുറവാണ്. അതുകൊണ്ട് കൺഫ്യൂസ്ഡ്. അപ്പൊ അവര് ഓരോ ദിവസം ഓരോ പഠനം നടത്തി കഴിയുമ്പോൾ അവസാനം പഠനം വരുമ്പോൾ ഒരു മിസ്സിങ് വരും. അപ്പൊ എവിടെയെങ്കിലും ഒരു കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയാണ് പലപ്പോഴും ഞങ്ങൾക്ക് അച്ഛന്മാരായ ഞങ്ങൾ തീസിസ് എഴുതുമ്പോൾ, ഡോക്ടറേറ്റ് തീസിസ് എഴുതുമ്പോൾ ആദ്യം കിടന്ന് മരണപ്പണി നിങ്ങൾ പണിത് അവസാനം ആകുമ്പം ഇതെങ്ങനെയും തീർത്തേ പറ്റൂ. പ്രൊഫസറും പറയും ഞാനും മടുത്തു, രണ്ടുപേരും മടുത്തു. എന്നാൽ പിന്നെ കാര്യം ചെയ്യാം, ഓക്കെ എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്തേക്കാം. സത്യത്തിലോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ അവർ കൺക്ലൂഷനിലോട്ട് എത്തിയിരിക്കും. ഈ പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നതിന് മുമ്പ് ഈ ഈശോ മിശിഹായിലൂടെ വന്ന രക്ഷയെയാണല്ലോ കുർബാന മധ്യത്തിൽ അനുസ്മരിക്കുക. അത് മുഴുവൻ അനുസ്മരിച്ച് കഴിഞ്ഞിട്ടാണ് പരിശുദ്ധാത്മാവാകുന്ന സഹായകനെ വിളിക്കുന്നത്. അതങ്ങനെ ചെയ്താൽ മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് സഭ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് വിളിക്കുമ്പോഴാണ് അവസാനം പരിശുദ്ധാത്മാവ് വരുന്നത്. സത്യദൈവത്തോടുള്ള ആരാധന, അതിന് കൃത്യമായിട്ട് ഒരു വെള്ളവും ചേർക്കാതെ അപ്പുറം എല്ലാം വളരെ വളരെ പണ്ടത്തെ പിതാക്കന്മാർ, വിശുദ്ധരായ സഭാപിതാക്കന്മാർ വിശുദ്ധ കുർബാന രൂപപ്പെടുത്തിയപ്പം ചിലപ്പോൾ ഇത് വായിക്കുമ്പോൾ ഞാൻ കരഞ്ഞു. എന്തോ ഒരു കറക്റ്റായിട്ട് അവർ കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അത് ദൈവവിശ്വാസത്തിന്റെ ഒരു തലം ഏത് ലെവലിൽ നിൽക്കുന്നു. അവർക്ക് ഓരോ പൊസിഷൻ ചെയ്യുമ്പോഴും എല്ലാം വളരെ ശ്രദ്ധിച്ചാണ്. വിശുദ്ധയെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോഴും, അല്ലെങ്കിൽ അവർ അപ്പസ്തോലന്മാരെ കുറിച്ച് പ്രതിപാദിക്കുമ്പോഴും, പരിശുദ്ധ അമ്മയെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോഴും, യോസേപ്പിതാവിനെ കുറിച്ച് പ്രതിപാദിക്കുമ്പോഴും, രക്തസാക്ഷികളെ കുറിച്ച് പ്രതിപാദിക്കും, വളരെ ജാഗ്രത എടുത്തുകൊണ്ട് അവർ ആ സത്യവിശ്വാസത്തെ അവർ സൂക്ഷിക്കുന്നത് കാണുമ്പം ഭയങ്കര രസകരമാണത്. അവർക്കറിയാം എന്നിട്ടാണ് അവർ ഈ റൂഹായെ ക്ഷണിക്കുന്നത്. Come down, Holy Spirit, and remain with us. അപ്പൊ ഇതാണ് ഇവിടെ ദാനിയേൽ പ്രവാചകൻ ചെയ്തതും. സത്യദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് സിംഹക്കുടിന്ന് വിളിക്കുമ്പോൾ അപ്പോഴാണ് ദൈവം ഇറങ്ങി വരുന്നത്. നീ ദൈവത്തിന്റെ ആണെന്ന് മുഴുവൻ പറയാൻ പറ്റുമോ? ആ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി സഹനമെടുത്തിട്ടുണ്ടോ നീ? പീഡനമേറ്റിട്ടുണ്ടോ നീ? വിശ്വാസത്തിന് വ്യതിചലിക്കാതിരിക്കാൻ വേണ്ടി നീ കഷ്ടപ്പാടെടുത്തിട്ടുണ്ടോ? സത്യവിശ്വാസത്തെ മുറുകെ പിടിച്ചു എന്നുള്ള ഒറ്റ കാരണത്തിൽ ഒരുപാട് സാഹചര്യങ്ങളിൽ ഞാൻ വേദനിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഞാൻ അവിടെ തന്നെ നിൽക്കുന്നതിൻ്റെ കാര്യം, അന്നെങ്കിൽ മാത്രമേ എന്നോട് കൂടെ കർത്താവിന് വരാനായിട്ട് വിളിക്കുമ്പോൾ കർത്താവ് വരികയുള്ളൂ എന്ന് എനിക്ക് നല്ല ബോധ്യം എനിക്കുണ്ട്.